വെറുതെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ ഒരു കണ്ടൻറ്റും അതിൻ്റെ ഒരു ക്യാപ്ഷനുമാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അതിലവർ പറയുന്നത് അൺലവ് എന്നൊരു വേർഡാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു പടമുണ്ട്. നഷ്ടപ്പെട്ടു പോയ പ്രണയം വീണ്ടും ചെറുതായിട്ടെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് ആസ്വദിക്കാനോ അല്ലെങ്കിൽ ആ പ്രണയിച്ച വ്യക്തിയെ ഒന്ന് കാണാനോ ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ കഥ പറയുന്ന ഒരു പ്രണയം. ഇത്തിരി നേരം എന്നാണ് ആ മൂവിയുടെ പേര്. ആക്ച്വലി ഞാൻ ആ മൂവി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ ക്യാപ്ഷൻ വന്നപ്പോൾ എന്താണെന്ന് അറിയാൻ ആകാംക്ഷ തോന്നി. ഞാൻ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന്. ശരിക്കും നിങ്ങൾ പ്രേമിക്കുന്നവരെ അല്ലെങ്കിൽ പ്രേമിച്ചിരുന്നവരെ വീണ്ടും പോയി കാണണം, അങ്ങനെ എൻജോയ് ചെയ്യണമെന്നല്ല ആ മൂവിയും പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഈ കണ്ടൻറ്റ് എങ്ങനെ തുടങ്ങാമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. നമ്മുടെ ചുറ്റിനും ഒരുപാട് പ്രണയകഥകളുണ്ട്. ചിലത് വിവാഹത്തിലെത്തുന്നവ, ചിലത് പരാജയപ്പെടുന്നവ. എന്നാൽ ഇതിനിടയിലെല്ലാം മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒന്നിക്കാൻ കഴിയാത്ത, ഇന്നും പ്രണയികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ. അവർക്കിടയിൽ വഴക്കുകളില്ല, വെറുപ്പില്ല. ഇപ്പോഴും പരസ്പരം അവർക്ക് ജീവനാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒന്നിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ചെറിയൊരു കഥ പറഞ്ഞാലോ? നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളുടെ പേര് അനന്തു, മീര എന്നാണ്. ഇവർ കോളേജ് കാലം മുതൽ ആരംഭിച്ച ഒരു പ്രണയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒന്നിക്കാൻ ജാതിയോ മതമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ എതിർപ്പുകളോ ഒന്നും ആയിരുന്നില്ല കാരണം. മറിച്ച് അവരുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, അതായത് മീരയുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ, അനന്തുവിൻ്റെ ജീവിതത്തിൽ അവനെ നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങൾ, തകർച്ചകൾ, അതെല്ലാം അവരെ ഈ തീരുമാനത്തിലെത്തിച്ചു. നമ്മൾ ഒന്നിക്കുന്നത് രണ്ട് കുടുംബങ്ങളെയും തകർക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിക്കാത്തത് കൊണ്ട് രണ്ട് കുടുംബങ്ങൾക്കും നല്ലതേ വരൂ എന്നുള്ള ഒരു ചിന്തയിൽ അവരൊന്നിക്കാതെ പോയി. അവർ പിരിഞ്ഞു. ഇന്നവർ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിലാണ്. അവർ വിവാഹിതരായിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരവരുടെ കരിയറിൻ്റെ തിരക്കിലാണ്. അവർ തമ്മിൽ ഇപ്പോഴും ഒന്നും സംസാരിക്കാറില്ല. പരസ്പരം മെസ്സേജുകളൊന്നും അയക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ പോലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും കാണാതെ അനന്തു ഇടയ്ക്കൊക്കെ മീരയുടെ പ്രൊഫൈല് നോക്കാറുണ്ട്. അവൾ സന്തോഷമായിരിക്കുന്നു എന്ന് അവൻ ഉറപ്പ് വരുത്താറുമുണ്ട്. മീരയാണെങ്കിൽ റേഡിയോയിൽ ഒരു പ്രിയപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ അന്ന് അവർ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോഴും അറിയാതെ ഒന്ന് പുഞ്ചിരിക്കുകയും ആ കണ്ണൊന്ന് നിറയുകയും ചെയ്യുന്ന കഥ ഇപ്പോഴും പറയാറുണ്ട്. അവർ പരസ്പരം സ്നേഹിക്കുന്നത് അത് നിർത്തിയിട്ടില്ല. അവരാ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിർത്തി എന്നത് മാത്രമാണ്. ലോകത്തിനു മുന്നിൽ അവർ അപരിചിതരാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരിപ്പോഴും പരസ്പരം പ്രിയപ്പെട്ടവരാണ്. ശരിക്കും ഈ ഒരു അവസ്ഥയെയാണ് അൺലവിങ് എന്ന പ്രക്രിയയുടെ ഏറ്റവും കഠിനമായ ഘട്ടം എന്ന് വിളിക്കുന്നത്. സ്നേഹം ഉള്ളിലുണ്ടായിട്ടും അത് പുറത്തെടുക്കാൻ കഴിയാതെ ആ വ്യക്തിയില്ലാതെ ജീവിക്കാൻ പഠിക്കുക എന്നത് വലിയൊരു പോരാട്ടമാണ്. ശരിക്കും ഈ അനന്തുവിനെയും മീരയും പോലെ ഇന്നും ആരും കാണാതെ പ്രണയിക്കുന്ന, എന്നാൽ ഒന്നിക്കാൻ കഴിയാത്ത എത്രയോ പേർ നമുക്കിടയിലുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം? എങ്ങനെയാണ് ഒരാളോടുള്ള ഈ തീവ്രമായ വികാരം നമ്മുടെ ജീവിതത്തെ തളർത്താതെ നോക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരാളെയെങ്കിലും സ്നേഹിച്ചിട്ടുള്ള വ്യക്തികൾക്കറിയാം, സ്നേഹിക്കാൻ തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല സ്നേഹം അവസാനിപ്പിക്കുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ അൺലവ് എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരാളോടുള്ള വികാരങ്ങൾ പൂർണ്ണമായും മായ്ച്ചു കളയുക എന്നതല്ല, മറിച്ച് ആ വികാരം നിങ്ങളെ തളർത്താത്ത രീതിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അൺലവിങ് ഇത്രയ്ക്കും കഠിനമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് സ്നേഹം ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫാകുന്ന ഒരു പ്രക്രിയയാണെന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരാളെ മറക്കാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം അഡിക്ഷനും ബ്രെയിനുമാണ്. പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള രാസമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒരാളെ പിരിയുന്നത് ഒരു വിഡ്രോവൽ സിംറ്റംസ് അതുണ്ടാക്കും. ശരീരം ആ വ്യക്തിയെ വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ഭാവി സ്വപ്നങ്ങളുടെ തകർച്ച. നമ്മൾ ആ വ്യക്തിയെ മാത്രമല്ല സ്നേഹിച്ചത്, അവർക്കൊപ്പം നമ്മൾ കണ്ട സ്വപ്നങ്ങളെയും കൂടിയാണ്. ആ വ്യക്തി പോകുമ്പോൾ ആ സ്വപ്നങ്ങളും മരിക്കുന്നു. ആ നഷ്ടത്തെ അംഗീകരിക്കാനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്.
അതുപോലെ നമ്മുടെ ശീലങ്ങൾ, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മെസ്സേജ് മുതൽ രാത്രിയിലെ കോൾ വരെ ഒരു ശീലമായി മാറിയിട്ടുണ്ടാകും. ആ ശീലത്തെ അത് തുടച്ചു മാറ്റാനായിട്ട് നമുക്ക് സമയമെടുക്കും. ശരിക്കും അൺലവിങ് ചെയ്യുന്നത് അത്രയ്ക്ക് കഠിനമാകുന്നത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോ കോണ്ടാക്ട് റൂളാണ്. അതായത് സത്യവും വിദ്യയും നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തുക. അവർ ആരുടെ കൂടെയാണ്, എവിടെയാണ് എന്നെല്ലാം അറിയാനുള്ള ആകാംക്ഷ അത് നിങ്ങൾക്കുണ്ടാകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യും തോറും ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നോ നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ മ്യൂച്വൽ ഫ്രണ്ട്സ്, അവരെക്കുറിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം താൽക്കാലികമായിട്ട് മാറി നിൽക്കുക. അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കരുത് എന്ന സ്നേഹപൂർവ്വം നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാവുന്നതാണ്. പഴയ ചാറ്റുകൾ, പഴയ ഗിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പഴയ മെസ്സേജുകൾ വീണ്ടും വീണ്ടും വായിക്കുന്നത് ഒരുതരം സെൽഫ് ടോർച്ചറിങ് ആണ്. അത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കാണാത്തൊരിടത്തേക്ക് മാറ്റുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു നോ കോണ്ടാക്ട് റൂള്, നല്ല മാക്സിമം കട്ടയ്ക്കുള്ളൊരു നോ കോണ്ടാക്ട് റൂള് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അടുത്തത് ഐഡിയലൈസിങ്, അത് നിർത്തുക. ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവരുടെ കുറവുകൾ കാണില്ല. അൺലവ് ചെയ്യാൻ അവരുടെ കുറവുകളെയും നിങ്ങൾ കണ്ടേ മതിയാവൂ. ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരിക എന്നതാണ്. അവർ നിങ്ങളെ അവഗണിച്ച നിമിഷങ്ങൾ, അവർ നിങ്ങളെ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ, അവർ നിങ്ങളെ മനസ്സിലാക്കാതിരുന്ന സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുക. സങ്കടം വരുമ്പോൾ അത് നിങ്ങൾ ഓർത്തു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വ്യക്തതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റിവൈൻഡ് ചെയ്യുക. ആ വ്യക്തി നമ്മളെ എത്രത്തോളം ഹേർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരല്ല നിങ്ങളുടെ ലോകം. ഈ ഒരു ലോകത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളുടെ ലോകം അവസാനിക്കുന്നില്ല. അവരൊരു ദൈവത്തിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളത്. അവരും തെറ്റുകൾ വരുത്തുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരില്ലാതെ നിങ്ങളുടെ ജീവിതം അവസാനിക്കില്ല എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക. അവരിലാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് അവിടെ കെട്ടിക്കിടക്കാതിരിക്കുക. പിന്നെ നമുക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് വളരെ വലിയൊരു ശൂന്യത. ഇത്രയും നാൾ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇല്ലാതെ വരുമ്പോൾ ആ ശൂന്യതയെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ആ വ്യക്തി പോയി കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയൊരു ശൂന്യത അത് ഉറപ്പായിട്ടും അനുഭവപ്പെടും. ആ സമയം നിങ്ങൾ വിനിയോഗിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഒരു പുതിയ ഭാഷയോ അല്ലെങ്കിൽ കുക്കിങ്ങോ മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ പഠിക്കാനും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുമായിട്ട് നിങ്ങൾ ശ്രമിക്കുക. തലച്ചോറിന് പുതിയ പുതിയ കാര്യങ്ങൾ നൽകുമ്പോൾ പഴയ ഓർമ്മകളുടെ തീവ്രത അത് കുറയും. അതുപോലെ നിങ്ങൾക്ക് ഈ ശൂന്യതയെ നേരിടാൻ പറ്റുന്നൊരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നത്. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. ഇത് പ്രകൃതിദത്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുമ്പോൾ എൻഡോർഫിനുകൾ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ശരിക്കും ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ. നിങ്ങളെ തന്നെ പാമ്പർ ചെയ്യുക, നല്ല വസ്ത്രം ധരിക്കുക, യാത്രകൾ പോവുക. എനിക്ക് ഞാൻ മതി എന്നുള്ള ഒരു തോന്നൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് പുതിയ മനുഷ്യനായിട്ട് മാറുക എന്നത്. ഈ വേദന അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ കരുത്തുള്ള, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളെല്ലാം തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് ഈ സാഹചര്യം നിങ്ങൾ ഉപയോഗിക്കുക. അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവരോട് ക്ഷമിക്കുക എന്നതാണ്. അവരെ വെറുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വെറുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു തരം ബന്ധമാണെന്ന് പറയാം. ആ ബന്ധവും കൂടി അറുത്തു മാറ്റാനായിട്ട് അവരോട് നിങ്ങൾ ഉള്ളിൽ ക്ഷമിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ ആ വെറുപ്പും നിങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, അതായത് നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആ മുറിവ് ഉണങ്ങാനായിട്ട് സമയമെടുക്കും. അത് ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുക എന്നത്. ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന ഒരു വർഷം കഴിഞ്ഞാൽ ഇത്രത്തോളം ആഴത്തിൽ നിങ്ങളിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ആ സാഹചര്യവും കടന്നു പോകുമെന്ന ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.
ശരിക്കും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരാളെ സ്നേഹിക്കുന്നത് എങ്ങനെ നിർത്താം എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. അൺലവ് ചെയ്യുക എന്നതിനർത്ഥം ഒരു വ്യക്തിയെ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുക എന്നതല്ല. അതൊരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഒരു കാലത്ത് നിങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ വ്യക്തിയുടെ സാമീപ്യത്തിലായിരിക്കാം. ആ ഓർമ്മകളെ നിങ്ങൾ വെറുക്കേണ്ട ആവശ്യമില്ല. പകരം ആ വ്യക്തി ഇല്ലാത്ത ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ലോകത്ത് നിങ്ങൾ സന്തോഷമായി ജീവിക്കാൻ കഴിയുമെന്ന് സ്വന്തം നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ അൺലവ് എന്ന് വിളിക്കുന്നത്. അതൊരു ഒറ്റമൂലി കൊണ്ട് മാറുന്ന പനിയല്ല. അതിന് സമയമെടുക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ചില രാത്രികളിൽ ഒരു പഴയ പാട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ നിങ്ങളെ അത്രയധികം തളർത്തിയേക്കാം. നിങ്ങൾ ചിലപ്പോൾ ഉണർന്നിരുന്ന് കരയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് സാരമില്ല. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരധ്യായമായിരുന്നിരിക്കാം ആ പ്രണയകാലം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ജീവിതമെന്ന ഒരു പുസ്തകമായിട്ട് നിങ്ങൾ മാറ്റരുത്. ആ ഒരു അധ്യായം അവിടെ അവസാനിച്ചു എന്ന് കരുതി പുസ്തകം അടച്ചു വെക്കുകയും ചെയ്യരുത്. ഇനിയും ഒരുപാട് പേജുകൾ ബാക്കിയുണ്ട്. അവിടെ നിങ്ങൾക്കായിട്ട് പുതിയ മനുഷ്യരും പുതിയ സന്തോഷങ്ങളും എല്ലാം കാത്തിരിക്കുന്നുണ്ടാകും. നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകാത്ത ഒരാൾക്ക്, അങ്ങനെ ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന നീതിയല്ല. ലോകത്ത് മറ്റാരെ സ്നേഹിക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇത്തരം ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറച്ചു വിശ്വസിക്കുക, ഇതും കടന്നു പോകും. കുറച്ചു കാലം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വേദന അത് നിങ്ങളെ ചിരിപ്പിക്കും. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കും. കാരണം നിങ്ങൾ അത്രമേൽ കരുത്തരായും അന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും.